എല്ലാവർക്കും ഡെയിലി ന്യൂസിൻ്റെ മറ്റൊരു ചുരുക്ക വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 22 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരർ നടത്തിയ ഒളിയാക്രമണത്തിലാണ് 5 സൈനികർ വീരമൃത്യു വരിച്ചത്. ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കർ എ തോയ്ബയുടെ പോഷക സംഘടനയായ പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തു. വ്യാഴാഴ്ച വൈകിട്ട് 3:45ഓടെയാണ് പൂഞ്ച് രജോറി മേഖലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഭീകരർ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാത്രി മുതൽ പ്രദേശത്ത് തിരച്ചിൽ തുടങ്ങിയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ബിൽ ലോക്സഭയും പാസാക്കി. ഇതോടെ കമ്മീഷൻ നിയമനത്തിന്മേലുള്ള മേൽക്കൈ കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായി ലഭിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യസഭയും ഈ ബിൽ പാസാക്കിയിരുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ഈ ബില്ലിന് നിയമമായി മാറും. ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നിവരാകും തെരഞ്ഞെടുപ്പ് സമിതിയിൽ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചു. ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നില്ല എന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നുവെന്നും കത്തിൽ ആരോപിക്കുന്നു. ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ ഗവർണറുമായുള്ള പോരാട്ടം തെരുവിലേക്ക് നീണ്ടതിന് പിന്നാലെയാണ് രാഷ്ട്രപതിയെയും കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചത്. എന്നാൽ ഗവർണറെ പിൻവലിക്കണമെന്ന ആവശ്യം കത്തിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണഘടനാപരമായ ബാധ്യത ഗവർണർ നിർവഹിക്കുന്നില്ല, സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു, ഭരണസ്തംഭനത്തിന് വഴിയൊരുക്കുന്നു, സുഗമമായ ഭരണനിർവഹണം തടസ്സപ്പെടുത്തുന്നു എന്നിങ്ങനെയാണ് ഗവർണർക്കെതിരെ കത്തിലുള്ള മറ്റ് ആരോപണങ്ങൾ. അതേസമയം ഗവർണർക്കെതിരെ അക്രമം സംഘടിപ്പിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. ലൈംഗിക അതിക്രമ കേസ് പ്രതിയായ BJP MP ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തൻ സഞ്ജയ് കുമാർ സിംഗ് ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അതിൽ പ്രതിഷേധിച്ച് താൻ ഗുസ്തിയിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച് പ്രശസ്ത റെസ്ലിംഗ് താരം സാക്ഷി മാലിക്. ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വിശ്വസ്തൻ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ആയതിന്റെ തൊട്ടു പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കിയും ലാത്തിചാർജും നടത്തി. പെൺകുട്ടികളെ അടക്കം റോഡിൽ വളഞ്ഞിട്ട് തല്ലിയതായാണ് റിപ്പോർട്ടുകൾ. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. അതേസമയം മറ്റൊരു സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളെ DYFA പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി മർദ്ദിച്ചതായി പരാതി. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുമെന്ന സംശയത്തിൽ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ച യൂത്ത് കോൺഗ്രസുകാരെയാണ് അവരെ കാണാനെത്തിയവർ എന്ന വ്യാജേന DYFA പ്രവർത്തകർ ആക്രമിച്ചത്. കമ്പിവടി ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും കണ്ടുനിന്ന പോലീസ് ആരെയും പിടികൂടുവാൻ ശ്രമിച്ചില്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മാഹി പള്ളി ഇനി മുതൽ ബസിലിക്ക. വടക്കൻ കേരളത്തിലെ പ്രഥമ ബസിലിക്കയായി കോഴിക്കോട് രൂപതയിലെ മാഹി അമ്മത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയതായി ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അറിയിച്ചു. മലബാറിലെ ആദ്യത്തെയും കേരളത്തിലെ 11ാമത്തെയും ബസിലിക്കയാണ് മാഹി പള്ളി. 1736 മാഹി പള്ളി സ്ഥാപിച്ചത്. തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുതിർന്ന DMK നേതാവുമായ K പൊന്മുടിക്കും ഭാര്യയ്ക്കും അനധികൃത സ്വത്ത് കേസിൽ 3 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയും മദ്രാസ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചു. ശിക്ഷയെ തുടർന്ന് പൊന്മുടിക്ക് മന്ത്രിസ്ഥാനവും MLA പദവിയും നഷ്ടമായി. 2006-2011 DMK ഭരണകാലത്ത് ഉന്നത വിദ്യാഭ്യാസ ധാതുവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പൊന്മുടി 1.25 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് 2011 വിജിലൻസ് കേസെടുത്തത്.
തീവ്രവാദ നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടതിന് ഏതെങ്കിലും കോടതി ശിക്ഷിക്കുകയോ രാജ്യരക്ഷയ്ക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തവർക്ക് പ്രസിദ്ധീകരണം തുടങ്ങുവാൻ ലൈസൻസ് അനുവദിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബിൽ ലോക്സഭ പാസാക്കി. ഈ ബിൽ രാജ്യസഭ ഓഗസ്റ്റിൽ പാസാക്കിയിരുന്നു. 1867 പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് റദ്ദാക്കിയാണ് പുതിയ ബില്ല് കൊണ്ടുവന്നത്. നടിയും മുൻ BJP നേതാവുമായ ഗൗതമിയുടെ 25 കോടി രൂപ വിലമതിക്കുന്ന സ്വത്ത് തട്ടിയെടുത്ത കേസിൽ 5 തമിഴ്നാട് സ്വദേശികളെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശം ചെയ്ത ഒരു വിഭാഗം അംഗങ്ങളെ SFI പ്രവർത്തകർ യോഗത്തിൽ കയറാൻ അനുവദിച്ചില്ല. സംഘപരിവാർ അനുകൂലികളെന്നാരോപിച്ചാണ് ആദ്യ യോഗത്തിനെത്തിയ 8 അംഗങ്ങളെ സെനറ്റ് ഹൗസിന്റെ ഗേറ്റിൽ തടഞ്ഞത്. പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും തടഞ്ഞുവെച്ച അംഗങ്ങളെ അകത്തു കയറ്റുവാൻ ശ്രമിച്ചില്ല എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവത്തെ തുടർന്ന് 20 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ സുപ്രീം കോടതി പുറത്താക്കിയ ശേഷവും അദ്ദേഹം വേണ്ടപ്പെട്ട ആളുകൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകിയെന്ന് ആരോപണം. ഇത് റദ്ദാക്കണമെന്നും പുനർനിയമനം ലഭിച്ച ശേഷം VC നടത്തിയ എല്ലാ അധ്യാപക നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും കണ്ണൂർ വൈസ് ചാൻസലർക്കും നിവേദനം നൽകി. വിധവാ പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ആഘോഷങ്ങൾക്കായി സർക്കാരിന് പണമുണ്ട് എന്നും എന്നാൽ വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് ചെലവഴിക്കാനില്ല എന്നും അത് മുൻഗണനയുടെ പ്രശ്നമാണ് എന്നും ഹൈക്കോടതി. പെൻഷൻ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയ ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. സർക്കാരിന് പണമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുവെന്നും എന്നാൽ വേറെ കാര്യങ്ങൾക്ക് സർക്കാർ പണം ചെലവഴിക്കുന്നത് കാണുന്നുണ്ട് എന്നും മറിയക്കുട്ടിയെപ്പോലെ ആയിരങ്ങളാണ് കേരളത്തിലുള്ളത് എന്നും മാസം 1600 രൂപ വെച്ച് ഇവർക്ക് നൽകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ 3 മാസത്തേക്ക് ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം സർക്കാർ ചീഫ് വിപ്പ് N ജയരാജിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ 2.5 കൊല്ലം പൂർത്തിയാക്കി പെൻഷന് അർഹത നേടിയ അംഗങ്ങളെയെല്ലാം മാറ്റി പുതിയ ആളുകളെ നിയമിക്കുന്നതായി റിപ്പോർട്ടുകൾ. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ നിക്ഷേപകർക്ക് തുക മടക്കി കൊടുക്കുവാൻ KSRTC വീണ്ടും വായ്പയെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. SBI കൺസോർഷ്യത്തിൽ നിന്നും വായ്പാ പുനഃക്രമീകരണത്തിലൂടെ 150 കോടി രൂപ കൂടി എടുത്ത് KTDFCക്ക് കൈമാറുവാനാണ് തീരുമാനം. SBI നേതൃത്വം നൽകുന്ന ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് 20 വർഷത്തേക്ക് 3100 കോടി രൂപ 2018 മാർച്ചിൽ KSRTC കടമെടുത്തിരുന്നു. ആസ്ഥാന മന്ദിരം ഉൾപ്പെടെ 52 ഡിപ്പോകളാണ് ഇതിന് ഈട് നൽകിയത്. ഭൂമിയുടെ മതിപ്പ് വില ഉയർന്നത് പരിഗണിച്ച് 150 കോടി രൂപ കൂടി വായ്പ ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ KSRTC പരിശോധിക്കുന്നത്. മലയാളിയായ സഞ്ജു സാംസന്റെ കന്നി ഏകദിന സെഞ്ചുറിയുടെ കരുത്തിൽ സൗത്ത് ആഫ്രിക്കയെ 78 റൺസിന് 3ാം ഏകദിനത്തിൽ പരാജയപ്പെടുത്തി ഇന്ത്യ ഏകദിന പരമ്പര നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സഞ്ജുവിൻ്റെ 108 റൺസിൻ്റെ കരുത്തിൽ നിശ്ചിത 50 ഓവറിൽ 296 റൺസ് എടുത്തപ്പോൾ സൗത്ത് ആഫ്രിക്ക 46 ഓവറിൽ 218 റൺസിന് പുറത്തായി. ഇതോടുകൂടി ഇന്നത്തെ ചുരുക്ക വാർത്തകൾ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ ഇതുവരെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു മനോഹരമായ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.